ഇവിടെ ഞാൻ 3 മീഡിയം സൈസായിട്ടുള്ള പച്ചമാങ്ങ ഇങ്ങനെ സ്മോളായിട്ട് കട്ട് ചെയ്തതാണ്. മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ സോൾട്ട് പിന്നെ ഇതുമായിട്ട് ഈ മാങ്ങായുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഏകദേശം ഒരു 2 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അത് നമ്മൾക്ക് ഒരു വെസലിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ മാങ്ങായ ഇങ്ങനെ ഉപ്പിനകത്ത് നമ്മൾ പുരട്ടി വെച്ചപ്പോൾ അതിലുള്ള വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇതിനകത്ത് ഉണ്ട്. അതിലേക്ക് ഞാൻ 6 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഹാഫ് വെച്ച് എടുക്കാം. ഒന്നേകാൽ ടീസ്പൂൺ കായപ്പൊടി, ഒന്നേകാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് താളിക്കാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ, സെസമിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇടുകയാണ്, മസ്റ്റർഡ് സീഡ്സ്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചതച്ചത്, സെയിം അളവ് തന്നെ ജിഞ്ചർ, ഇഞ്ചി, അതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ റെഡ് ചില്ലി, ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് കട്ട് ചെയ്യുക. ഇപ്പം മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇത് നമ്മൾ പുരട്ടി വെച്ചതായ മാങ്ങായിലേക്ക് ആഡ് ചെയ്യുന്നു. ലാസ്റ്റിൽ 1 ടീസ്പൂണ് കടുക് ഇതേപോലെ ചതച്ച് അത് നന്നായിട്ട് അതും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ജോയിൻ ചെയ്യുക. ഇതിപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്താ കടുമാങ്ങയ്ക്ക് ചാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പച്ചവെള്ളം ഒഴിക്കൽ, തിളപ്പിച്ച് ആറിച്ച് നല്ല കൂളായ വാട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഞാൻ പക്ഷേ അത് ഒഴിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് നേരം വെളിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ മാങ്ങായിൽ നിന്ന് ആ വെള്ളം കുറേ കൂടെ ഊറി ഇതിലേക്ക് വരും. ഓൾമോസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുന്നത്, ആ പിക്കിൾ ആ അച്ചാറിൻ്റെ പരുവത്തിൽ നമുക്കിത് കിട്ടും. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഓൺലി ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നമല്ല, ആ മാംഗോ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതായ ഒരു കടുമാങ്ങ അച്ചാറാണ്. ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല, വെരി സിമ്പിൾ ആൻഡ് ഈസിയാണ്. പിന്നെ നിങ്ങൾ ഇത് ഉടനെ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. അതല്ല എങ്കിൽ 2-3 days 4 days റൂം ടെമ്പറേച്ചറിൽ അത് ഇരുന്ന് കൊള്ളും.